ടൈറ്റാനിക് അല്ലേ എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഹോളിവുഡ് ചിത്രമാണ്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം നാളുകളൊക്കെ ഓടിയിട്ടുള്ളൊരു ഇംഗ്ലീഷ് സിനിമ കൂടിയാണ്. അപ്പോൾ അതിലെ റോസിനെയും ജാക്കിനെയും ഒന്നും അങ്ങനെ പെട്ടെന്ന് ആർക്കും മറന്നു കളയാൻ കഴിയില്ല. അതിലെ പാട്ടും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ അവസാന രംഗങ്ങളിൽ റോസ് രക്ഷപ്പെടുന്ന ഒരു വാതിലിൻ്റെ ഒരു പലകയുടെ കുറച്ച് ഒരു ഭാഗത്ത് കിടത്തിക്കൊണ്ടാണ് ജാക്ക് റോസിനെ രക്ഷപ്പെടുത്തുന്നത്. കാരണം ജാക്കിനെ അതിൽ പിടിച്ചെടുക്കാനുള്ള സ്ഥലം അതിലില്ലാത്തതുകൊണ്ട്. അങ്ങനെ റോസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ആ കഷ്ണം, ആ മരക്കഷ്ണം ദാ ഇപ്പോൾ വീണ്ടും വാർത്തയിലേക്ക് വരുന്നു. ചില്ലറ വിലയൊന്നുമല്ല, കോടികൾ കൊടുത്താണ് അത് ലേലത്തിൽ വാങ്ങിയിരിക്കുന്നത്. കേറ്റ് വിൻസ്ലെറ്റ് റോസായി അഭിനയിച്ച് പറ്റിപ്പിടിച്ച് കിടന്ന ആ പലകയാണ് ഇപ്പോൾ വൻ വിലയ്ക്ക് ലേലത്തിൽ പോയിരിക്കുന്നത്. അഞ്ജലി വിജയകുമാറാണ്. അഞ്ജലിയിലെ യഥാർത്ഥ ഒരു സംഭവത്തിലെ എന്തെങ്കിലും ഒരു വസ്തുവിന് കിട്ടുന്നത് പോലെ തന്നെ അത്രയേറെ പ്രാധാന്യം ഈ സിനിമയിലെ പല കഷ്ണത്തിലും കിട്ടുന്നുണ്ട്. ആ സിനിമ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് വീണ്ടും അത് ഫോർമാറ്റൊക്കെ ചെയ്ത് ഡിജിറ്റലായിട്ടൊക്കെ റിലീസിന് എത്തുകയും ചെയ്തതാണ്. അപ്പോൾ ടൈറ്റാനിക് അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും കോടിയൊക്കെ കൊടുത്ത ഒരാൾ വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ? അതെ ദിവിഷ്, നമ്മളെപ്പോഴും പ്രണയ ജോഡികൾക്ക് എപ്പോഴും നമ്മൾ ഉദാഹരണമായി പറയാറുള്ളത് ജാക്കിനെ റോസിനെയാണ്. നമുക്ക് ഈ ടൈറ്റാനിക് സിനിമയിലെ ഏറ്റവും നിർണായകമായ സീന് എന്ന് പറയുന്നത് ഈ ക്ലൈമാക്സിലെ ആ വാതിൽ പാളിയിൽ രക്ഷപ്പെടുന്ന റോസും അതേസമയം റോസിനെ രക്ഷപ്പെടുത്തി തൻ്റെ ജീവൻ കടലാഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്ന ജാക്കിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ നിർണായകമായിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ടൈറ്റാനിക്കിലെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ലേലം ചെയ്യുകയാണ്. ഇപ്പോൾ ലേലം ചെയ്ത് ഏകദേശം 1500ഓളം വസ്തുക്കളാണ് ലേലം ചെയ്തിരിക്കുന്നത്. ഇതിൽ വാങ്ങാനായി ഏകദേശം 5500ഓളം ആളുകളാണ് ഈ ലേലത്തിൽ പങ്കെടുത്തത്. ഒരാഴ്ചയോളം നീണ്ടു നിന്ന ലേലമാണ് ഇപ്പോൾ നടന്നത്. ഈ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലം ലഭിച്ചത് ഈ വാതിൽ പാളിക്കാണ്. അവസാനമായി റോസ് രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ഈ വാതിൽ പാളിക്കാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത്. ആ തുക 5.99 കോടി രൂപയാണ്. ഏകദേശം 6 കോടിയോളം രൂപയാണ് ഈ വാതിൽ പടിക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റ് സാധനങ്ങൾ ലേലം ചെയ്തുവെങ്കിലും ഈ ഒരു വസ്തുവിനാണ് ഏറ്റവും കൂടുതൽ ലേലത്തുക ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് ഇത് വാങ്ങാനൊക്കെ വേണ്ടി എത്തിയിരുന്നത്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ വാതിൽപ്പാളിയുടെ പ്രാധാന്യം എത്രമാത്രമാണ്. അവസാനം അവർ ആ മഞ്ഞുപാളിയിൽ ഇടിച്ച് ആ കപ്പൽ താഴ്ന്നു പോകുമ്പോൾ രക്ഷപ്പെടാൻ പല മാർഗങ്ങളും അവർ നോക്കുന്നുണ്ട്. അവസാനമായി റോസിന് രക്ഷപ്പെടാൻ ജാക്ക് കണ്ടെത്തിയൊരു മാർഗമാണ് ഈ വാതിൽപ്പാളി. അതുകൊണ്ട് ഈ വാതിൽപ്പാളിയെ നമ്മൾ സൂക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഈ വാതിൽപ്പാളി ഒരു ഭാഗം മാത്രമാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിച്ച ഒരു വാതിൽപ്പാളിയാണിത്. ഇതിൻ്റെ പുഷ്പങ്ങളുടെ ആകൃതിയിലുള്ള പലതരം ഡിസൈനുകളെല്ലാം ചെയ്ത ഒരു വാതിൽപ്പാളിയാണിത്. ചിത്രത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ചിത്രത്തിൽ ഈ വാതിൽപ്പാളി കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ യാഥാർത്ഥ്യവും ഒക്കെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്നതാണ് ഇപ്പോഴും ടൈറ്റാനിക്. അതുകൊണ്ടാണ് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ആ സിനിമ പോലും അതിലെ വസ്തുക്കൾ പോലും ഇതേപോലെ പ്രാധാന്യത്തോടെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ശരി.